കുചേല ദിനമായിട്ട് നിങ്ങളെ ഗുരുവായൂർ ക്ഷേത്രം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. സുഖമായിട്ട് തൊഴുതു, കുറച്ച് ക്യൂ നിന്നു, എന്നിട്ട് സുഖമായിട്ട് തൊഴുതു. ഭഗവാനെ നന്നായി കണ്ടു, നല്ല സുന്ദരനായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കുചേലദിനത്തിന് ഞങ്ങളോട് വന്നിരുന്നു. അവൽക്കിഴിയൊക്കെ സമർപ്പിച്ച് ദർശനം നടത്തിയിട്ടാണ് തിരിച്ചു പോയത്. ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട്, കുചേല ദിനമായിട്ട് എല്ലാവർക്കും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കുചേല ദിനമാകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഒട്ടും നമുക്ക് ദർശനം പോലും ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തലേ ദിവസം വന്നുകൊണ്ട് അത്ര വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. ഇന്നു മുതലേ ആൾക്കാർ അവൽക്കിഴി സമർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാളെ അവൽക്കിഴി സമർപ്പിക്കാനൊക്കെ ആയിട്ട് ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നിൽക്കുന്നത്. ഇന്ന് ചാർത്തിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ണനും കുചേലൻ കൂടെയാണ് നിന്നിരുന്നത്. അതൊന്ന് കണ്ട് മതിയാവുന്നില്ല നമുക്ക്. അതുപോലെയാണ് ചാർത്തിയിരിക്കുന്നത്. അന്ന് എല്ലാവരും ഒന്ന് കണ്ടാൽ അത് മനസ്സ് നിറയും. അതുപോലെ ചാർത്തിയിട്ടുണ്ട്. നന്നായി ദർശനം കിട്ടി. എന്താ പറയുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദർശനം നടത്തി ഭഗവാന്റെ പ്രസാദം കഴിച്ചു. മധുരമുള്ള പാൽപ്പായസം കഴിച്ച് വളരെ സംതൃപ്തിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യം പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള കൂള മരത്തിൻ്റെ ചോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുചേലദിനമായിട്ട് ഗുരുവായൂർ എത്താൻ സാധിക്കാത്തവർ തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി കുചേലൻ്റെ മനസ്സോടെ കുചേലനായി അവൽക്കിഴി സമർപ്പിക്കുക. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടാൻ ഇതിലും വലിയ മാർഗം വേറെയില്ല. കുചേലദിനമായിട്ട് 87-ാം ദശകമായ നാരായണീയത്തിലെ 87-ാം ദശകമായ കുചേല ഉപാഖ്യാനം ചൊല്ലുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടാൻ ഇതിൽ പരം എന്താണ് വേണ്ടത്? ഇന്ന് കുചേല ദിനമായിട്ട് ഭഗവാന് അവൽക്കിഴി സമർപ്പിച്ച് നമ്മുടെ ക്ലേശങ്ങളെല്ലാം നീക്കിത്തരാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.